ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം വടവാതൂരുള്ള ബ്ലിസ് ഫെർട്ടിലിറ്റി സെൻറ്ററിലാണ്. ആൻഡ് ഈ ഒരു ഹോസ്പിറ്റലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന രണ്ട് പേരാണ് നമ്മളുടെ കൂടെയുള്ളത്. എംബ്രിയോളജിസ്റ്റായ മിസ് ആതിര ആൻഡ് എംബ്രിയോളജിസ്റ്റായ മിസ് അനു. വെൽക്കം ടു ദ ഷോ. അപ്പം നമ്മൾ പൊതുവെ കുറേയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂലി കോയിൻഡ് ടേം എന്ന് പറയാം ഈ എംബ്രിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ തുടങ്ങാം. എംബ്രിയോളജിസ്റ്റ് എന്ന് പറയുന്നത് ആരെയാണ്, എന്താണ് ആ ഒരു പ്രൊഫൈലുള്ള വ്യക്തി ചെയ്യുന്നത്? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണിത്. എംബ്രിയോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം സാധാരണഗതിയിൽ സ്ത്രീയുടെ ശരീരത്തിൻ്റെ അകത്ത് വെച്ചാണ് അണ്ടവും ബീജവും കൂടിച്ചേർന്ന് ഭ്രൂണമായി മാറുന്നത്. ആ ഒരു കാര്യം നമ്മൾ ശരീരത്തിന് വെളിയിൽ ലാബിൽ വെച്ച് ചെയ്യുന്നു. അതാണ് ഒരു എംബ്രിയോളജിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. യെസ്. സോ എന്തുമാത്രമാണ് ഇപ്പം ഒരു സക്സസ്ഫുൾ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു എംബ്രിയോളജിസ്റ്റിനുള്ള ഒരു റോൾ അല്ലെങ്കിൽ ഒരു സ്ഥാനം എന്ന് പറയുന്നത്? ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു നല്ലൊരു എംബ്രിയോളജിസ്റ്റ് എപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോളജിസ്റ്റ് തന്നെ ആയിരിക്കണം. മെയിനായിട്ടും സ്കില്ല് നമ്മൾ ഇതിനകത്ത് നല്ലോണം യൂസ് ചെയ്യേണ്ട കാര്യമാണ് സ്കില്ല്. നമ്മൾ മെയിനായിട്ട് ഇക്സി ചെയ്യുമ്പോഴും IVF ചെയ്യുമ്പോഴൊക്കെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കുറേ കാരണം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ അയാളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംബ്രിയോളജിസ്റ്റ് ആയിരിക്കണം. സോ എക്സ്പീരിയൻസ് തന്നെയാണ് മെയിൻ തിങ്. സോ മാം പറഞ്ഞ പോലെ തന്നെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യം പുറത്ത് നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി വേണം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എവിടെയോ വായിച്ച് കണ്ടതാണ് എംബ്രിയോ ഫ്രീസ് ചെയ്യാനുള്ള ടെക്നോളജി വരെ വന്നു കഴിഞ്ഞു എന്നുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മുടെ ബ്ലിസ് ഹോസ്പിറ്റലിൽ അത് അവൈലബിൾ ആണോ? നമ്മളിവിടെ എംബ്രിയോ ഫ്രീസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അണ്ടങ്ങൾ ഓസായിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ബീജങ്ങൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. എംബ്രിയോ ഫ്രീസിങ്ങിൻ്റെ ഉദ്ദേശം, ഏറ്റവും മേജറായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ഫ്യൂച്ചർ യൂസിന് വേണ്ടി നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. മിക്ക കപ്പിൾസും ഓപ്റ്റ് ചെയ്യുന്നതാണ്, എസ്പെഷ്യലി NRI കപ്പിൾസ്. ഇപ്പോൾ അവർ വെളിയിലാണ് വർക്ക് ചെയ്യുന്നത്, നാട്ടിൽ വരുന്നു, ഉടനെ ഒരു കുട്ടിയുടെ ആവശ്യമില്ല, കരിയറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ആ ഒരു ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരത് അണ്ടവും ബീജവും കൂടിച്ചേർത്ത് ഭ്രൂണമാക്കി മാറ്റി ഇവിടെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു. പിന്നെ ഏതൊരു സമയത്താണോ അവർ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്തേക്ക് നമുക്കത് ഗർഭപാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അണ്ടർഗോ ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഫെർട്ടിലിറ്റി ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അവർക്ക് ഈ ഒരു മെത്തേഡിലേക്ക് പോകാവുന്നതാണ്. ഓസൈറ്റ് ഫ്രീസിങ്ങും ഇതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എസ്പെഷ്യലി സ്ത്രീകൾ കരിയറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു പക്ഷേ അമ്മയാകാനും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാനും ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഓസൈറ്റ് നേരത്തെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്നു. അവർ കുറേ പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യണം, അതിനായിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു. പിന്നെ ഭാവിയിൽ കല്യാണം കഴിഞ്ഞോ കുറേ നാളുകൾക്ക് ശേഷം അവർക്ക് ആ ഓസൈറ്റ് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റിൽ കീമോതെറാപ്പി, റേഡിയേഷൻ അതിനൊക്കെ അണ്ടർഗോ ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതും അവരുടെ ആ ഒവേറിയൻ റിസർവിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസിലും ഓസൈറ്റ് ഫ്രീസിങ് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് കുറച്ചും കൂടെ കൾച്ചറലി നമ്മൾ മുന്നോട്ട് ചിന്തിച്ച് തുടങ്ങിയതാണ്. എന്നാൽ തന്നെയും 100% ഈ ഒരു ടെക്നോളജിയൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയോ മലയാളികൾ? ഒരു സൊസൈറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും അല്ല പറയുന്നത്, 100 പേരെ എടുത്താൽ അതിലൊരു 3-4% ഇപ്പോഴും IVF എന്ന് വെച്ചാൽ ഡൗട്ട്ഫുള്ളായിട്ട് തിങ്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ അണ്ടം തന്നെയാണോ, ഞങ്ങളുടെ ബീജം തന്നെയാണോ, ഞങ്ങളുടെ എംബ്രിയോസ് ആണോ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നൊക്കെ ടെൻഷനുണ്ട്. സോ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരൊരു ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ അവർ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ, എങ്ങനെയാണ്, നല്ലതാണോ, റിസൾട്ട് ഉണ്ടോ. അതിനേക്കാൾ ഉപരി ഒരു കാര്യം, നമ്മൾ എംബ്രിയോളജിസ്റ്റിനെയും ഡോക്ടറിനെയും കൊടുക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ട്രസ്റ്റ് തന്നെയാണ്. നമ്മൾ ഓക്കെ അഫ്കോഴ്സ് നമ്മൾ പൈസ മേടിക്കുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളൊരു ജീവനെയാണ് തിരിച്ച് നൽകുന്നത്. സോ അത് അത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഒരു എംബ്രിയോളജിസ്റ്റും നോട്ട് എംബ്രിയോളജി ഹോൾ ക്രൂ ചെയ്യുന്നത്.
അപ്പോൾ അവർ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ നോക്കും. പിന്നെ ഡൗട്ടാണ്, അവർക്ക് പേടിയാണ്. അപ്പം നമ്മൾ മാക്സിമം അവരെ ആദ്യമേ വന്ന് IVF അല്ല ചെയ്യുന്നത്, നമ്മൾ കൗൺസിൽ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിനെയും വൈഫിനെയും കൊണ്ടുവന്നിട്ട് സംസാരിക്കാറുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളുടെ വിശ്വാസം അർപ്പിക്കൂ, ഞങ്ങൾ നല്ലൊരു ബെറ്റർ റിസൾട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം ഈ പറഞ്ഞ മാതിരി ടു വൈൻഡ് അപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടി, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എന്ന രീതിയിൽ എംബ്രിയോയും അതുപോലെ തന്നെ ഓസൈറ്റൊക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്നവരുണ്ട്. അതല്ലാണ്ട് ഇപ്പം കുട്ടി ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ എത്രയും പെട്ടെന്നൊരു കുഞ്ഞ് വേണം എന്ന ആഗ്രഹത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ ഫ്രീസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതായത് എന്തെങ്കിലും തരത്തിൽ അത് കൂടുതൽ ഗുണമുള്ള ഒരു കാര്യമാണ് ഒരു നോർമൽ ഇതെടുക്കുന്നതിനേക്കാളും. അത് ശരിക്കും പറഞ്ഞാൽ അത് ആ പേഷ്യൻറ്റിൻ്റെ ഡിപ്പെൻസ് ഓൺ പേഷ്യൻ്റ് എന്ന് നമുക്ക് പറയാം. ചില കേസിൽ ചില പേഷ്യൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഫ്രഷായിട്ട്, അതായത് ആ ഭ്രൂണം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ ഒരു ഭ്രൂണം യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുക അത് ഫ്രീസ് ചെയ്ത് വെച്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ്. അതിപ്പോൾ നമ്മൾ ഓരോ പേഷ്യൻ്റെയും ആ ഒരു അവരുടെ ആ ഒരു പ്രൊഫൈലൊക്കെ പ്രൊഫൈൽ ഇൻ ദ സെൻസ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുക ഫ്രീസ് ചെയ്ത് വെക്കണോ അതോ ഫ്രഷായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ. അത് ആ ഒരു കേസ്. പിന്നെ ചില പേഷ്യൻസ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, അവർക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട, ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും ഒബ്വിയസ്ലി ഇപ്പം അറ്റ്ലീസ്റ്റ് സ്ത്രീകളെ സംബന്ധിച്ചിടത്താണെങ്കിലും കരിയർ ആൻഡ് ഫാമിലി എന്നുള്ളത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് തോന്നുന്നു. താങ്ക് യു ബോത്ത് ഓഫ് യു ഫോർ സ്പെയറിങ് യുവർ ടൈം. താങ്ക് യു സോ മച്ച്.